നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വീട്ടിലേക്ക് കയറി വന്നാൽ ആദ്യം വിളിക്കുന്ന പേരതെന്നറിയോ? ഉമ്മ എന്നാണ് നമ്മൾ വിളിക്കുക. നമ്മുടെ ഡ്രസ്സ് കാണാതായാൽ ആദ്യം വിളിക്കുന്ന പേരതെന്നറിയോ? ഉമ്മ എന്നാണ് നമ്മൾ വിളിക്കുക. എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തൊരു അനുഭവം എന്നോട് പറയാണ്. അദ്ദേഹം ഒരു ഓർഫനേജിലാണ് പഠിച്ചത്. ഓർഫനേജിൽ അന്ന് പഠിക്കുമ്പോൾ അവിടെ യതീമുകളായ ഓർഫൻ കുട്ടികളും ഉണ്ടാകും, അതേപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളും പഠിച്ചിരുന്നൊരു കാലമാണ്. അന്ന് പല പാവപ്പെട്ട മാതാപിതാക്കളുള്ള കുട്ടികളും അവിടത്തേക്ക് വരുമ്പോൾ മാതാപിതാക്കളുള്ള രക്ഷിതാക്കളും അത്തരം കുട്ടികളെ കാണാൻ വേണ്ടി ഇടയ്ക്കൊക്കെ വരും. ഇടയ്ക്കൊക്കെ വന്നിട്ട് അവർക്ക് സ്നാക്സും അവരൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരും. ഇതൊക്കെ കണ്ടിട്ട് ഒരു 4 വയസ്സ് 5 വയസ്സുള്ളൊരു കുട്ടി ആ യതീംഖാനയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറയാണ്, അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അദ്ദേഹം പറയണെന്ന് വെച്ചാൽ, ഈ കുട്ടി വന്നിട്ട് അവിടെ മുന്നിലിരിക്കും. ഈ രക്ഷിതാക്കളൊക്കെ വന്നിട്ട് വെള്ളിയാഴ്ച വന്നിട്ട് കുട്ടികളെ കൂട്ടി ചേർത്ത് പിടിക്കുന്നു, നെറ്റിത്തടത്തിൽ മുത്തം വെക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ്. ഈ കുട്ടിയെ ഏതോ ഒരു അങ്ങാടിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയതാണ് ഈ കുട്ടീനെ. അങ്ങനെ അവസാനം ഈ കുട്ടി എന്താ ചെയ്യുന്നതെന്നറിയോ? അതൊരു വല്ലാത്തൊരു രംഗമാണ്. ഈ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കുട്ടി അവിടെ ഒരു വലിയൊരു മാവുണ്ട്, മാവിൻ്റെ മുകളിൽ നിന്ന് വീണ ഒരു കമ്പെടുത്തിട്ട് ആ ഓർഫനേജിൻ്റെ മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് ആ കമ്പെടുത്തിട്ട് ആ കുട്ടി ഒരു വൃത്തം വരയ്ക്കുകയാണ്. ആ വൃത്തം വരച്ചിട്ട് ആ കുട്ടി ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ കയറി തൻ്റെ വലത് കൈ നിലത്ത് വെച്ച് അതിലേക്ക് തൻ്റെ തല വെച്ച് ചെരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ വന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സാറ് ആ കുട്ടിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോനെ ഇതെന്താണ്, എന്തിനാ മോനെ ഇവിടെ കിടന്നത്? ആ കുട്ടി പറയുന്ന മറുപടി എന്താ അറിയോ? ഇവരെല്ലാവരും അവരുടെ ഉമ്മപ്പൊക്കെ വന്നിട്ട് അവരെ ചേർത്ത് പിടിച്ച് അവരെ മുത്തഞ്ച് വെക്കുമ്പോൾ, അവരൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ഞാനും ഒന്ന് ആഗ്രഹിച്ചു പോയി, ഉമ്മൻ്റെ മടിയിലൊന്ന് കിടക്കണമെന്ന്, ഉമ്മൻ്റെ മടിയിലൊന്ന് കിടക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചു പോയി. അങ്ങനെ ഇതെൻ്റെ ഉമ്മയാണ്. ആ വരച്ച വൃത്തത്തെ ഞാനൊരു ഉമ്മയായി കാണാൻ. നിങ്ങൾ നോക്കണം, 5 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ, ഉമ്മ നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ വേദന